യുവതികളുടെ വെളിപ്പെടുത്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം വലിയ രീതിയിൽ ഉയരുകയാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. BJP ഈ ആവശ്യം നേരിട്ട് തന്നെ ഉന്നയിക്കുമ്പോൾ CPM പറയുന്നത് പൊതുവികാരം കണക്കിലെടുത്ത് രാജിവെക്കണം എന്ന ഒരാവശ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇതുവരെ കേരള ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ പേരിൽ MLA സ്ഥാനം ആരും രാജിവെച്ച ചരിത്രമില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമാനമായ ആരോപണങ്ങൾ നേരിട്ടവർ രാജിവെച്ചിട്ടില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുലിന്റെ സംരക്ഷണ കവചം ഒരുക്കുകയാണ് കോൺഗ്രസ്. രാജി വേണ്ട എന്നൊരാവശ്യത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് നമ്മൾ കണ്ടു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ഒരു ആകാംക്ഷ പ്രേക്ഷകരെ സംബന്ധിച്ചുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തന്നെയാണ്, പുറത്തിറങ്ങുന്നില്ല. വലിയ പോലീസ് കാവൽ ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് ഒരുക്കിയിട്ടുണ്ട് പോലീസ്. മാത്രവുമല്ല അവിടേക്കൊക്കെ പ്രതിഷേധം എത്താനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കുമ്പോൾ നൈറ്റ് മാർച്ച് ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടാണ് രാഹുൽ വീട്ടിൽ തുടരുന്നത്. അതേസമയം പാലക്കാട് MLA ഓഫീസിന് മുന്നിലേക്ക് ഇന്നും വ്യാപകമായി പ്രതിഷേധമുണ്ടായി. വിക്ടോറിയ കോളേജിന് മുന്നിൽ ക്യാൻവാസ് ഒരുക്കി BJPയുടെ പ്രതിഷേധം നടന്നു. അങ്ങനെ MLA സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്നത് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം രാഹുലിനെതിരെ ഉയരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. നമ്മൾ നേരത്തെ കണ്ട വിക്ടോറിയ കോളേജിന് മുന്നിലുള്ള പ്രതിഷേധം, അവിടെ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രങ്ങൾ, അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മീമുകളാണ് ഇപ്പോൾ. എന്തായാലും ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റംസ് ആയി അത് മാറിയിരിക്കുന്ന സാഹചര്യമാണ്. വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. കേരളത്തിൽ ചരിത്രത്തിൽ ഒരു MLAക്കുമെതിരെ ഉയരാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ്, വലിയ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത് എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത്. പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന ഒരു ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെക്കുകയാണ്. നേരത്തെ നമുക്കറിയാം M മുകേഷ് MLAക്കെതിരെയൊക്കെ ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ ഇല്ലായിരുന്നു എന്ന കാര്യം CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുകയാണ്. പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗർഭഛിദ്രം നടത്താൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നതിന്റെ ആവർത്തിച്ചുള്ള ശബ്ദങ്ങൾ ഉൾപ്പെടെ, ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയാണ്. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് രാഹുലിനെതിരെ ആവശ്യത്തിലധികം തെളിവുകൾ പുറത്തു വന്ന കഴിഞ്ഞ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവികാരം കണക്കിലെടുത്ത് രാഹുൽ രാജിവെക്കണമെന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നാണ്. കേരളത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോഴും രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നു വരുന്ന ആവശ്യം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുവികാരമായിട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല, തെളിവുകളോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്.
പൊതുവികാരം കണക്കിലെടുത്ത് രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി കടുപ്പിക്കുന്നുണ്ട് നിലപാട് CPM ഈ വിഷയത്തിൽ. പക്ഷേ അതിനു മുൻപ് മാധ്യമങ്ങളെ കണ്ട KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് CPM ആ ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല CPMന് രാജി ആവശ്യപ്പെടാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന കാര്യം കൂടി KPCC അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസിനോട് തീരുമാനിച്ചുകൊള്ളൂ എന്നതാണ് CPM പറഞ്ഞ കാര്യം. MV ഗോവിന്ദൻ പറഞ്ഞത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നതാണ് എന്നതുകൂടി പറയുകയാണ്. അപ്പോൾ ധാർമ്മികമായി MLA സ്ഥാനം രാജിവെക്കാനുള്ള അവകാശം, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ CPMന് അവകാശമില്ല എന്നതാണ് KPCC അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൌരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. BJPക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല. ബ്രജ്ഭൂഷന്റെ കേസുണ്ട്. യെഡ്യൂരപ്പ പോസ്കോ കേസിൽ പ്രതിയാണ്. BJPയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ്. ഉന്നാവ് കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. ഹത്ര കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഏറ്റവും വേഗത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് അദ്ദേഹം ഒഴിഞ്ഞു. അതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് ചെയ്യും. അതിരൂക്ഷ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉയർത്തിയത്. വേലിയിൽ സാരി ചുറ്റിയാൽ അവിടേക്ക് പോകുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ 35-ാം വയസ്സിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി എന്താകും കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. അതിരൂക്ഷമായ പരിഹാസവും വിമർശനവും ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ പൊതുവികാരം കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നൊരു ആവശ്യവും EN സുരേഷ് ബാബു ഉന്നയിക്കുന്നു. ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. നമ്മൾ പറയില്ലേ ചെറിയ പിള്ളേരെ തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? ചെക്കൻ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ കുഴപ്പമാണ് അല്ലേ? സംഗതി 35 വയസ്സിൽ ഇതാണെങ്കിൽ ഈ പാവി കുറെ കഴിയുമ്പോ എന്തായിരിക്കും? വേലിയിൽ സാരി ഇട്ടാൽ കുഴപ്പമാകില്ല ഇവന്റെ മുമ്പില്. വേലിയില് മതിൽപ്പുറത്തോ സാരി ഉണങ്ങാനിട്ടാൽ ഇവൻ ആ വഴിക്ക് നടത്താൻ പറ്റില്ല. മറ്റവൻ പരിങ്ങിയിരിക്കുകയാണ്, ഞാൻ ഒന്നിനുമില്ല, ഞാൻ വളരെ ഡീസന്റ് ആണ്, ഈ മറ്റേ കക്ഷി എന്റെ കൂടെ വന്ന് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആള് എന്റെ ജീവൻ പോയാൽ പാലക്കാട് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ആര്? നല്ല ആള്, മനസ്സിലായില്ലേ? ഈ എന്താ പറയാ, കന്നാസും കടലാസും പോലെയല്ലേ ഒരു നടത്തം? കന്നാസും കടലാസും പോലെയാണ് ഷാഫിയും ഈ രാഹുലും. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിഹസിക്കാനുള്ള ഒരു അവസരം സ്വയം സൃഷ്ടിച്ചതുപോലെയാണ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളും നേതാക്കളുടെ സംസാരങ്ങളും കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും ഈ രാഹുലിനെതിരായ പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ തന്നെ VD സതീശനും ഷാഫി പറമ്പലിനും എതിരായ പ്രതിഷേധം കൂടി ഉയർത്താൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. MV ഗോവിന്ദനും സമാനമായ രീതിയിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഇതിന് പ്രൊമോഷൻ നൽകുകയായിരുന്നില്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിന് VD സതീശൻ ചെയ്തത് എന്ന ഒരു ചോദ്യം CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുമ്പോൾ കന്നാസും കടലാസും പോലെ നടന്നവരല്ലേ എന്നത് ഷാഫിയെ ചൂണ്ടി EN സുരേഷ് ബാബു പറയുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. V ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നൊരാവശ്യം നേരിട്ട് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. CPM പൊതുവെ പൊതുവികാരം കണക്കിലെടുത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ MLA സ്ഥാനം രാജിവെക്കണമെന്നൊരാവശ്യം നേരിട്ട് തന്നെ V ശിവൻകുട്ടി ഉന്നയിക്കുന്നു. ട്രാൻസ്ജെൻഡറുകൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ടുണ്ടാകുന്നതായി V ശിവൻകുട്ടി വിമർശിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ്. ജനങ്ങൾ അവരെയുമെല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും അങ്ങേറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എടാ വിജയ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ്. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസുകാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിരൂക്ഷ വിമർശനമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിന് മുന്നിലേക്ക് SFIയുടെ
പ്രതിഷേധം നടക്കുകയാണ്. അവിടെ ബാരിക്കേഡുകൾ തടഞ്ഞുകൊണ്ട് അവരുടെ പ്രതിഷേധക്കാരെ തടയാനുള്ള ശ്രമം പോലീസ് നടത്തുമ്പോൾ അത് മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. പോലീസുമായി വലിയ രീതിയിലുള്ള ഉന്തും തള്ളും അവിടെ നടക്കുന്നു. സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം. വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാല് തൊടിയിക്കില്ല എന്നതാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതാണ് CPM-ന്റെ നിലപാട്. അങ്ങനെ പൊതുപരിപാടികൾ റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തുടരുമ്പോൾ പാലക്കാട്ട് MLA ഓഫീസിലേക്ക് വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുന്നു പോലീസ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അവരെ പോലീസ് പിന്തിരിപ്പിച്ചു. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ. എന്തായാലും വ്യാപക പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് CPM-ഉം BJP-യും ഒക്കെ നടത്തുകയാണ്. ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ പാലക്കാട് MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അത് പോലീസ് തടയുന്നത്. ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ട് അതിനിടയിലൂടെ കിട്ടിയ സ്ഥലത്തിലൂടെ SFI പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നതാണ് കാണുന്നത്. സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചതാണ്. പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല. അതിനുശേഷം ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്ന് അവർ മുന്നോട്ട് നീങ്ങുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പോലീസിന്റെ നടപടി എന്ത് എന്നതാണ് അറിയേണ്ടത്. അവിടെ വലിയ സുരക്ഷയിലാണ് പാലക്കാട് MLA ഓഫീസിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ SFI പ്രവർത്തകർ ബാരിക്കേഡുകളും മറികടന്ന് മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ കൂടുതൽ പോലീസ് അവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു പോലീസ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ പോലീസ് വാഹനത്തിൽ ഉൾപ്പെടെ പ്രവർത്തകർ വലിഞ്ഞു കയറിയത് നമുക്ക് കാണാം. പോലീസ് വാഹനം മറികടന്നും പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയാണ്. MLA ഓഫീസ് ലക്ഷ്യമിട്ട് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ പോലീസ് സേന അംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അവിടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞെടുത്തു നിന്ന് വളരെ മുന്നോട്ട് പ്രവർത്തകർ എത്തുന്നു. അവർ ഓടി MLA ഓഫീസിൽ ലക്ഷ്യമാക്കി പ്രവർത്തകർ ഓടുന്നതാണ് നമ്മൾ കാണുന്നത്. കള്ള കള്ള കാറ്റ് കള്ള
അവിടെ വ്യാപക പ്രതിഷേധം പാലക്കാട് അരങ്ങേറുകയാണ്. SFI പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് MLA ഓഫീസിനടുത്തേക്ക് എത്തുകയാണ്. പോലീസ് അവരെ പിന്തുടരുന്നുണ്ട്. അവരെ തടയാനുള്ള ശ്രമങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CV അനുമോദ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, പോലീസ് തടഞ്ഞെടുത്ത് നിന്ന് ഏതാണ്ട് 500-ലധികം മീറ്റർ അവർ മുന്നേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഓഫീസിനടുത്തേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഘർഷ സാധ്യതയാണോ അവിടെ ഉള്ളത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? MLA ഓഫീസിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചത്. പക്ഷേ ജലപീരങ്കി ശക്തമായി പ്രയോഗിച്ചതോടെ ബാരിക്കേഡ് മറിഞ്ഞു വീഴുകയും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഇപ്പോൾ MLA ഓഫീസിലേക്ക് ഇരച്ചെത്തുകയുമാണ്. വലിയ പ്രതിഷേധമാണ്. 100 കണക്കിന് പ്രവർത്തകരാണ് SFIയുടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. പോലീസിന്റെ സന്നാഹം ഇവരെ പ്രതിരോധിക്കാൻ മതിയാകുമോ എന്നും സംശയിക്കുന്നുണ്ട്. കാരണം ഈ ബാരിക്കേഡ് മറികടന്ന് ഇവർ ഈ പ്രതിഷേധം MLA ഓഫീസ് വരെ എത്തിക്കുമെന്ന് പോലീസ് കണക്കുകൂട്ടിയിരുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നൊരുക്കത്തിൽ പോലീസിന്റെ പിഴവ് പറ്റി എന്ന് തന്നെ വേണം കരുതുവാൻ. വലിയ പ്രതിഷേധം ഈ രാവിലെ പലയിടത്തും പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ SFIയുടെ ഈ ഒരു പ്രതിഷേധം മറികടക്കുന്ന തരത്തിൽ SFIയുടെ പ്രതിഷേധം MLA ഓഫീസിലേക്ക് അടുത്തെത്തുന്നവരേക്കും നീണ്ടിരിക്കുന്നു. 100 കണക്കിന് പ്രവർത്തകർ വിദ്യാർത്ഥികളാണ്. സ്കൂളുകളിലും അനുമോദ് എത്ര വേഗത്തിലാണ് ഓടുന്നതെന്ന് നമുക്ക് ടെലി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അത്രമാത്രം വേഗത്തിൽ പോലീസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെയൊക്കെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ MLA ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 3/4 കിലോമീറ്റർ ദൂരെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് അവിടെ പ്രവർത്തകരെ തടയാൻ പോലീസ് ശ്രമിച്ചതാണ്. പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ച് ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ കുറെ അധികം പ്രവർത്തകർ MLA ഓഫീസിലേക്ക് വലിഞ്ഞു കയറുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നു. അവിടെ പോലീസിന്റെ വലിയ കൂട്ടമുണ്ട്. പക്ഷേ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ അത് മതിയാകുമോ എന്നത് അറിയില്ല. എന്തായാലും MLA ഓഫീസിന് മുന്നിൽ വരെ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. അവിടെ വ്യാപക പ്രതിഷേധം, വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ് SFI പ്രവർത്തകർ. അവർ ഓഫീസിലെ ഗേറ്റിന് മുന്നിൽ വരെ എത്തിയിരിക്കുന്നു. ഗേറ്റ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നു. പോലീസുമായി വലിയ തോതിൽ ഉന്തും തള്ളും സംഭവിക്കുന്നു. അവിടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ ശ്രമിക്കുകയാണ്. SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിനെ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരോട് അവിടെ ഇരിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരെ നിയന്ത്രിക്കാനാകുന്നില്ല. വലിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. അവിടെ MLA ഓഫീസിന് മുന്നിൽ വരെ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ മാർച്ചാണ്. അത് പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞുവെങ്കിലും അവരെ അവിടെ തടയാൻ കഴിഞ്ഞില്ല. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ MLA ഓഫീസിന് മുന്നിൽ വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അവിടെ ഇരുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് കരുതിയിരുന്നു. പക്ഷേ എന്തായാലും നേതാക്കൾ ഇടപെട്ട് ശാന്തമാക്കുന്നു അന്തരീക്ഷം എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് SFI പ്രവർത്തകർ ഇപ്പോൾ. എവിടെ
നിങ്ങളുടെ സ്വന്തം കുഞ്ഞനിയെ കോഴിയായതറിഞ്ഞില്ലേ? പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടാണ് എസ്എഫ്ഐക്ക് ഇന്ന് ഇത്തരത്തിലൊരു സമരം ഏറ്റെടുക്കേണ്ടി വന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാ നോക്കൂ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA പീഡനവീരനാണ് എന്ന് കഴിഞ്ഞ ആരോപണം ആദ്യഘട്ടത്തിൽ അരങ്ങേറുന്നത്. എന്തായാലും ഒരു സംഘർഷത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് നേതാക്കൾ ഇടപെട്ടിരിക്കുന്നു. അവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും കൂടുതലായി അവിടെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് തിരിച്ചെത്താം. എന്തായാലും പോലീസ് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ MLA ഓഫീസിന് മുന്നിൽ വരെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രതികരണങ്ങൾ കണ്ടുവരികയായിരുന്നു. ഇന്ന് കെ മുരളീധരൻ കോൺഗ്രസിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇതിനോട് പ്രതികരിച്ചത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് എന്നതാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ കോൺഗ്രസ് അവരുടേതായ രീതിയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു സമിതി രൂപീകരിച്ച് അന്വേഷിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ഈ തെളിവുകൾ അവർ വിശദമായി തന്നെ പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നതാണ് അറിയുന്നത്. അപ്പോൾ അതുവരെ MLA സ്ഥാനം രാജിവെക്കാതെ സംരക്ഷണ കവചം ഒരുക്കാനുമുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. സംഘടനാ തലത്തിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടുള്ള ഈ നടപടി മതി എന്നതാണ് കോൺഗ്രസിന്റെ തീരുമാനം. അപ്പോൾ കെ മുരളീധരൻ അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളുടെ കാര്യത്തിൽ ഇനി നടപടി വേണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവുക എന്നതാണ് കെ മുരളീധരൻ ഇന്ന് പറഞ്ഞത്. ഏതായാലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. ആരെങ്കിലും റിട്ടേൺ പരാതി കൊടുത്താൽ അന്വേഷിച്ചേ പറ്റൂ. അന്വേഷണത്തിന്റെ തുടർ നടപടികൾ നോക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കും. ഇപ്പോൾ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞത്. അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ മറ്റ് നടപടികൾക്കനുസരിച്ച് തീരുമാനമെടുക്കും. പേര് പരാമർശിച്ച് റിട്ടേൺ കംപ്ലൈന്റ് ഉള്ളവർ MLA-മാരെ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ മാങ്കൂട്ടത്തിന് മാത്രം? മറ്റാർക്കും ധാർമ്മികത പറയാൻ അവകാശമില്ല. റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് ഉള്ള മുകേഷ് ആ റിപ്പോർട്ട് അറിഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കഴിഞ്ഞ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി. അപ്പോ ഇവർക്ക് ആർക്കും ധാർമ്മികത പറയാൻ ഒരു അവകാശമില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. പൊതുരംഗം സംശുദ്ധമായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തുടർ നടപടികളിൽ നല്ല ശിക്ഷണ നടപടികളും നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്ത് വന്നാൽ പാർട്ടി മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടും. ധാർമ്മികത പറയാനുള്ള അവകാശം ആർക്കുമില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തുറന്നു പറച്ചിൽ ആദ്യം ഉണ്ടാകുന്നത് റിനി ആൻഡ് ജോർജിന്റെ ഭാഗത്തു നിന്നുമാണ്. അതിനുശേഷമാണ് മറ്റ് സ്ത്രീകളുടേതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കൊപ്പം ഇന്നലെ ട്രാൻസ് വുമൺ അവന്തിക നടത്തിയ വെളിപ്പെടുത്തലൊക്കെയും റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ഉണ്ടാകുന്നതാണ്. ആദ്യം ഈ തുറന്നു പറച്ചിൽ നടത്തിയ റിനി ആൻഡ് ജോർജ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി തനിക്കുള്ള ബന്ധം എന്താണ് എന്ന് സൂചിപ്പിച്ചു. ആ പ്രസ്ഥാനത്തിനൊരു കേടും സംഭവിക്കാതിരിക്കാനാണ് താൻ ആളുടെ പേരോ പ്രസ്ഥാനത്തിന്റെ പേരോ പറയാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പക്ഷേ നമുക്കറിയാം, സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിലുള്ള സ്ലഡ് ഷെയ്മിങ്ങിന് വിധേയമാകേണ്ടി വന്നു ആ പെൺകുട്ടിക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖമുള്ളതും മുഖമില്ലാത്തതുമായ പല ഐഡികളിൽ നിന്നും ആ കാര്യങ്ങൾ ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ പെൺകുട്ടി തന്നെ അതിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് VK ശ്രീകണ്ഠൻ നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ എന്താണ് ഒരു ജനപ്രതിനിധി എന്ന നില മറന്നുകൊണ്ട് VK ശ്രീകണ്ഠൻ പറഞ്ഞതെന്ന് നോക്കാം. അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ.
അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. ഒരു പരാതി ഉന്നയിച്ച, പരാതി തുറന്നു പറഞ്ഞ ഒരു പെൺകുട്ടിയെ അവൾ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ അവൾ സഹകരിച്ച മനുഷ്യരുടെ ഒപ്പമുള്ള ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അങ്ങേറ്റം മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ജനപ്രതിനിധിയോ അല്ലാത്തയോ ആയ ഒരു മനുഷ്യനും അത് പറയാനുള്ളൊരു അധികാരമില്ല. പക്ഷേ ജനപ്രതിനിധികൾ പുലർത്തേണ്ടുന്ന ചില മര്യാദകളുണ്ട്, അതുപോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നതാണ് ഇവിടെ ഉയർന്ന വിമർശനം. അവസാനം നേതൃത്വം കൂടി കൈവിട്ടതോടെ VK ശ്രീകണ്ഠന് തന്നെ ഇക്കാര്യങ്ങളിൽ തിരുത്തു പറയേണ്ടി വന്നു. ഇന്ന് അദ്ദേഹം അക്കാര്യങ്ങൾ വിശദീകരിച്ചു, ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ അത് പിൻവലിച്ചിരിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. ഇതിനു മുമ്പ് സംസാരിച്ച ചരിത്രം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ഓരോ മനുഷ്യരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത്. കുറെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും, പക്ഷേ ചില ഘട്ടങ്ങളിൽ ആ സത്യം അല്ലെങ്കിൽ എന്താണ് സ്വത്വം എന്നുള്ളത് പുറത്തു വരും. എന്തായാലും തിരുത്തലുകൾ, വ്യാപക പ്രതിഷേധത്തിനൊടുവിൽ ഒരു തിരുത്തലിന് VK ശ്രീകണ്ഠൻ തയ്യാറായി. അല്ലെങ്കിൽ വലിയ വ്യാപകമായ പ്രതിഷേധം അതിൽ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിക്കക്കള്ളിയില്ലാണ്ട് അതിൽ നിന്ന് അദ്ദേഹം ക്ഷമ പറഞ്ഞ് ഒഴിവാകുന്നതാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ സമൂഹത്തിന് മുന്നിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ, അനുഭവിച്ച ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞാൽ, അവരെ ഇല്ലായ്മ ചെയ്ത് അവരെ വലിയ രീതിയിൽ അപഹസിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാം, അവരെ പിൻവലിപ്പിക്കാം എന്നത് ഒരു പൊതുബോധമാണ്. അതിന്റെ ഭാഗമാണ് VK ശ്രീകണ്ഠൻ MP പ്രയോഗിച്ച വാക്കുകളും. നമ്മൾ അത് പലകുറി കണ്ടതാണ്. ഈ കേസിൽ പോലും വളരെ ഗുരുതരമായി റിനിക്ക് പറയാനുണ്ടായിരുന്നത് തന്നോട് അയച്ച മോശം മെസ്സേജുകളെ കുറിച്ചായിരുന്നു. പക്ഷേ അതിഗുരുതരമായ ചതിയിൽപ്പെട്ട റേപ്പ് ചെയ്യണമെന്നാണ് അവന്തികയോട് ഇന്നലെ ഈ MLA ആവശ്യപ്പെട്ടത് എന്ന് അവന്തിക പറയുന്നു. അപ്പോൾ അങ്ങേറ്റം ഹീനമായ പ്രവർത്തികൾ നേരിട്ട എത്രയോ പെൺകുട്ടികൾ പുറത്തു വന്ന് പറയാൻ ധൈര്യമില്ലാതെ ഇരിക്കുന്നു. അത് ഇതുപോലെയുള്ള വേട്ടയാടലുകൾ നേരിടേണ്ടി വരും എന്നതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ വായടപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായി നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. സമൂഹ മാധ്യമങ്ങളിൽ മുഖമില്ലാത്ത അക്കൗണ്ടുകൾ നടത്തുന്ന ഇതിന് പിന്നിലൊക്കെയും പ്രവർത്തിക്കുന്നത് ഈ ബുദ്ധികേന്ദ്രങ്ങളാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അത് പുറത്തു വന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇതിലൊന്നും ഇപ്പോൾ നമ്മൾ കണ്ടു, കുറേയധികം പേർ രംഗത്ത് വരുന്നത് കണ്ടു, കുറേയധികം തെളിവുകൾ വരുന്നത് കണ്ടു. എല്ലാ കാലത്തും ഇതിങ്ങനെ മൂടിവെക്കാൻ കഴിയില്ല എന്നത്, ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ഒരു തിരുത്തിവിടെ ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ അത്തരം വേട്ടയാടലുകൾ തുടരുകയുമാണ്. നമ്മൾ ന്യൂസ് 18 കൊടുത്ത വാർത്തയാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്താൻ, ഒപ്പം തന്നെ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ മന്ത്രിമാരാകാൻ സ്വപ്നം കാണുന്ന MP-മാരെ കുറിച്ചുള്ള വാർത്തകൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്. അക്കാര്യം അടൂർ പ്രകാശ് UDF കൺവീനർ സ്ഥിരീകരിച്ചതാണ്. അതിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പല കോണുകളിൽ നിന്നും കണ്ടതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന മന്ത്രിമോഹം മൂലം കേരളത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു MP-യുടെ വാർത്തയാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത്. അത് മറ്റാരുമല്ല, കേരളത്തിന്റെ കൊല്ലത്തിന്റെ സ്വന്തം പ്രേമലുവായ NK പ്രേമചന്ദ്രനാണ്. അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട വാർത്ത. അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇരവിപുരം മണ്ഡലമാണ്. അപ്പോൾ ഇരവിപുരം മണ്ഡലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥിയാകണം എന്നത് കണ്ടുള്ള നീക്കങ്ങൾ NK പ്രേമചന്ദ്രൻ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുവന്നു തുടിക്കുന്ന മണ്ഡലം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് NK പ്രേമചന്ദ്രനൊപ്പം UDF-നൊപ്പം പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് 2019 1,48,856 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പ്രേമചന്ദ്രൻ 2019 ആകുമ്പോൾ അത്
2024 ആകുമ്പോൾ അത് 1,50,000 മുകളിലേക്ക് വരെ ഉയർത്തിയാണ് കഴിഞ്ഞ തവണ വിജയിച്ചു പോകുന്നത്. പക്ഷേ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. ഇരവിപുരം മണ്ഡലം നോട്ടമിട്ടുള്ള പ്രേമചന്ദ്രന്റെ നീക്കങ്ങൾ പക്ഷേ ഈ പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു, കല്ലുകടിക്ക് ഇടയാക്കുന്നു എന്നതാണ് ന്യൂസ് 18 റിപ്പോർട്ട്. നമുക്കറിയാം കൊല്ലം നിയമസഭാ സീറ്റിന് വേണ്ടി ഷിബു ബേബി ജോൺ മുന്നണിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് മത്സരിക്കണം എന്നതാണ് ഷിബു ബേബി ജോൺ ആഗ്രഹിക്കുന്നത്. അതിനിടയിലാണ് പ്രേമചന്ദ്രന്റെ ഈ നീക്കം വരുന്നത്. അതാണ് ഈ പാർട്ടിക്കുള്ളിലുള്ള കല്ലുകടി മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തോടെ നിയമസഭയിൽ പ്രാതിനിധ്യം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് RSP ഉള്ളത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് നിലനിൽപ്പിന്റെ ഒരു പോരാട്ടമാണ്, ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം മണ്ഡലത്തിൽ ഷിബു ബേബി ജോണിനെ കളത്തിലിറക്കാൻ RSP തയ്യാറെടുക്കുന്നത്. UDF അവകാശവാദം അതിനായി ശക്തമായവർ ഉന്നയിക്കുന്നത്. ഇതിനിടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായ NK പ്രേമചന്ദ്രനും അസംബ്ലി സീറ്റ് മോഹവുമായി എത്തുന്നത് ഈ നീക്കങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക. 2016-ലും 2021-ലും കൈവിട്ടുപോയ ഇരവിപുരം അല്ലെങ്കിൽ ചവറ, ഇതാണ് NK പ്രേമചന്ദ്രന്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ. ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് NK പ്രേമചന്ദ്രന്റെ നീക്കം. ഇരവിപുരം അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടേക്ക് എത്താൻ കഴിയുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൊല്ലം സീറ്റിന് വേണ്ടിയുള്ള പാർട്ടിയുടെ അവകാശവാദത്തിന്റെ ആക്കം കുറയ്ക്കുമെന്ന വിലയിരുത്തലാണ് ഇതിനെതിരെ രംഗത്ത് വരാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഷിബു ബേബി ജോണിനെ പ്രേരിപ്പിക്കുന്ന ഘടകം, ഷിബു ബേബി ജോണിനെ അസ്വസ്ഥനാക്കുന്ന ഘടകവും അതുതന്നെയാണ്. ഈ ഇടത് പ്രതീക്ഷകൾ ഇപ്പോൾ RSPക്കുള്ളിൽ ഇത്തരം ചില ആശയപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രണ്ടുപേരുടെയും താല്പര്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ഇടതുപക്ഷവും ചില മനക്കോട്ടകൾ കെട്ടുന്നുണ്ട്. അത് ഷിബു ബേബി ജോണിനെ ഇടതു പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഒരു അസ്വസ്ഥത ഉടലെടുക്കുമ്പോൾ അതിനെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. കൊല്ലം സീറ്റ് കോൺഗ്രസ് RSPക്ക് വിട്ടു നൽകിയില്ലെങ്കിൽ അത് അവസരമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ LDF നടത്തുന്നത്. UDFനുള്ളിൽ സ്വരച്ചേർച്ചയില്ലായ്മ എന്നത് നേരത്തെ തന്നെ ഷിബു ബേബി ജോൺ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഷിബു ബേബി ജോണിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നതാണ് CPM നടത്തുന്ന നീക്കം. UDFന് ഭരണം ലഭിച്ചാൽ ഒരു മന്ത്രിസ്ഥാനമേ ലഭിക്കൂ എന്നതാണ് NK പ്രേമചന്ദ്രനെയും ഒപ്പം തന്നെ ഷിബു ബേബി ജോണിനെയും സുരക്ഷിത മണ്ഡലങ്ങൾ തേടാൻ നിർബന്ധിതരാക്കുന്ന ഘടകം. നമുക്കറിയാം, 2011-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ അവസാനമായി മത്സരിക്കുന്നത് 2011-ലാണ്. അന്ന് ചവറ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും UDFലെ ഷിബു ബേബി ജോണിനോട് NK പ്രേമചന്ദ്രൻ പരാജയപ്പെടുകയായിരുന്നു. 2014 മുതലാണ് വലിയ മാറ്റങ്ങൾ NK പ്രേമചന്ദ്രന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് RSP കേരള ഘടകം ഇടതുമുന്നണി വിട്ടു, UDFൽ ചേർന്നു. അതുവരെ ഇടതുമുന്നണിയുടെ തീപ്പൊരി പ്രാസംഗികനായിരുന്ന പ്രേമചന്ദ്രൻ അതോടെ UDFന്റെ ഭാഗമായി മാറി. ഏറെ വൈകാതെ തന്നെ ഷിബു ബേബി ജോണിന്റെ RSP ബിയും AA അസീസിന്റെ RSPയും തമ്മിൽ ലയിച്ചു. ഒറ്റ പാർട്ടിയായപ്പോൾ UDF ഘടകകക്ഷിയായി തുടരുകയാണ്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. ഇനി NK പ്രേമചന്ദ്രന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം RSPയിൽ ഒരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്നതാണ് വലിയ ആശങ്കയായി ഉയരുന്ന ഘടകം. അത്തരമൊരു നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഷിബു ബേബി ജോണിനെ അടുപ്പിക്കുക അല്ലെങ്കിൽ അസ്വസ്ഥനാണ് എങ്കിൽ ആ സാഹചര്യം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, പലകുറി ഒരാളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടി എന്നൊക്കെ RSPയെ സംബന്ധിച്ച് പല വിമർശനങ്ങൾ ഉയരുന്നതാണ്. അപ്പോൾ ഇപ്പോഴും NK പ്രേമചന്ദ്രന്റെ അത്തരമൊരു താല്പര്യവും അഭിലാഷവും ഒരു പക്ഷേ RSPയെ വീണ്ടും ഒരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും രണ്ടു കൂട്ടരും പിടിവാശിയിലാണ്, അവർ അവരുടേതായ നീക്കങ്ങളിലാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ച് ആശങ്ക ഉളവാക്കുന്ന വലിയ
ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ഈ മാസം 7-നാണ്. ബംഗളൂരുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം അതിഗുരുതരമായ ആരോപണങ്ങൾ ഈ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. അത് ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ്. അതിലെ മഹാദേവപുര എന്ന ഒരു മണ്ഡലത്തിലെ കണക്കുകൾ 6 മാസമെടുത്ത് 40 പേരുടെ പരിശ്രമത്തിലൂടെ വിശകലനം ചെയ്യുകയും അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. വലിയ രീതിയിൽ വോട്ട് കൊള്ള നടന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത്. ഓഗസ്റ്റ് 13-ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ തൃശൂരിലെ അതിനു മുൻപ് തന്നെ ഉയർന്ന വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നു. കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. സുരേഷ് ഗോപിയും കുടുംബവും അവിടെ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ അവിടെ അനധികൃതമായി വോട്ട് ചേർത്തു, ഫ്ളാറ്റ് ഉടമ പോലും അറിയാതെ വോട്ട് ചേർക്കപ്പെട്ടു എന്നതിന്റെ വാർത്തകൾ പുറത്തുവരുന്നു. ഒഴിഞ്ഞുകിടന്ന ഫ്ളാറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് മണ്ഡലത്തിൽ പോലും ഇല്ലാത്തവരുടെ പേരിലൊക്കെ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ നിരവധി തെളിവുകൾ പുറത്തുവരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 13-ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ തന്നെ വാർത്താ സമ്മേളനം നടത്തി വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അത് രാഹുൽ മത്സരിച്ച റായ്ബറേലി, പ്രിയങ്ക മത്സരിച്ച വയനാട്, മറ്റ് പ്രതിപക്ഷ നേതാക്കൾ മത്സരിച്ച മണ്ഡലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അവിടെയൊക്കെ വോട്ട് തട്ടിപ്പ് നടന്നു എന്നതൊക്കെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ അതിൽ പലതും വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. വയനാട്ടിലെ മൈമുന എന്ന സ്ത്രീ 3 വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അത് വസ്തുതകൾ നിരത്തിക്കൊണ്ട് തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന കാര്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. അനുരാഗ് ഠാക്കൂറും വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ചപ്പോൾ രാഹുൽ പറഞ്ഞത് BJPയുടെയും ഒരു ആരോപണം എന്ന നിലയിൽ ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷനോ ഒന്നും ഈ വസ്തുതകൾ പുറത്തുകൊണ്ടുവരാനോ ഇതിലൊരു അന്വേഷണമോ നടപടികളോ എടുക്കാനോ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനോ കഴിഞ്ഞില്ല എന്നത് നമ്മൾ കണ്ടതാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ വലിയ സംശയമായി ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ ഇന്ന് തൃശൂരിൽ നടന്ന സംഭവങ്ങളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന കാര്യം B. ഗോപാലകൃഷ്ണൻ സമ്മതിക്കുകയാണ്. ഞങ്ങൾ ഇനിയും വോട്ട് ചേർക്കും എന്ന് B. ഗോപാലകൃഷ്ണൻ പറയുന്നു. വേണമെങ്കിൽ കശ്മീരിൽ നിന്ന് തന്നെ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾ ജയിക്കുമെന്ന് തോന്നുന്ന മണ്ഡലത്തിൽ അവരുടെ വോട്ട് ചേർക്കും എന്ന് തുറന്നു പറയുന്നു B. ഗോപാലകൃഷ്ണൻ എന്ന BJP നേതാവ്, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അത് നാളെയും ചെയ്യും. വിലാസം വ്യാജമാണല്ലോ പലപ്പോഴും. വിലാസം വ്യാജമൊന്നുമില്ല. വീട്ടുടമയ്ക്ക് പോലും അറിയില്ല. അല്ല, അതൊക്കെ 1-2 വല്ല തെറ്റിദ്ധാരണയും. ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് മറ്റോ 2 പേരും കൂടി പരസ്പരം സന്ധി ചെയ്ത് BJPയുടെ ആളുകളെ തോൽപ്പിക്കാൻ വോട്ട് വിൽക്കുന്നത് ധാർമ്മികതയാണോ? സുരേന്ദ്രൻ തോറ്റത് 86 വോട്ടിനാ. ഇടത് വോട്ടും വലത് വോട്ടും തമ്മിലും അങ്ങോട്ട് ഇങ്ങനെ മറിച്ചു കൊടുത്തിട്ടില്ല തോറ്റത്. അത് ധാർമ്മികതയാണെങ്കിൽ ഇതും ധാർമ്മികതയാണ്. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് നിർത്തി വോട്ട് രേഖപ്പെടുത്തും, അങ്ങനെ ജയിക്കാനുള്ള സാധ്യത തേടും എന്നതാണ് B. ഗോപാലകൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നത്. ജമ്മു കാശ്മീരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കും, അത് നാളെയും ചെയ്യിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്നു B. ഗോപാലകൃഷ്ണൻ. നിയമസഭയിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. ലോക്സഭയിലാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. നിയമസഭയിൽ ആ സമയത്ത് ആലോചിക്കുമെന്ന് കൂടി പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അതേസമയം ഇത് കള്ളവോട്ടല്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്യുക, ഒരാൾ 2 വോട്ട് ചെയ്യുക എന്നതാണ് കള്ളവോട്ട് എന്ന് പറയുന്നത്. ഏത് വിലാസത്തിലും ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാം, ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും എന്ന് ന്യായീകരിക്കുകയാണ്. അപ്പോൾ കള്ളവോട്ട് ഏതാണ് എന്നൊരു ഡെഫിനിഷൻ നൽകുന്നു, എന്നിട്ട് ഇത് നിയമപരമാണ് എന്ന് വാദിക്കുന്നു. ജമ്മു കാശ്മീരിൽ വോട്ട് ചെയ്യേണ്ടവർ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് എങ്ങനെ നിയമപരമാകും എന്നത് അറിയില്ല. എന്തായാലും വളരെ വിചിത്രമായ വാദങ്ങളാണ് യാതൊരു മറയുമില്ലാതെ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. എന്തായാലും
BJP തോൽപ്പിക്കാൻ UDF-ഉം LDF-ഉം പലയിടങ്ങളിലും ഒന്നിക്കാറുണ്ട്. അതിൽ ധാർമ്മിക പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഇതിൽ ധാർമ്മികത ഇല്ല എന്നതാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്ന മറ്റൊരു ന്യായം. എന്തായാലും ക്രോസ് വോട്ടിങ്ങിന്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത വോട്ടുകൾ അധികമായി ചേർക്കുന്നതിനെ ന്യായീകരിക്കുകയാണ് ബി ഗോപാലകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. ഇത് ബി ഗോപാലകൃഷ്ണൻ നമുക്കറിയാം കുറച്ചധികം പറയുന്ന ആളാണ്. ചാനൽ ചർച്ചകളിലൊക്കെയും അത്തരം പല കുറി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കടത്തി പറയാൻ ശ്രമിക്കുന്ന ആളാണ് ബി ഗോപാലകൃഷ്ണൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ പറഞ്ഞുപോയ വാക്കുകളാണോ എന്ന് സംശയിക്കേണ്ട. MD രമേശിനും സമാനമായ നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്. അധികമായിട്ട് ആർക്കും വോട്ട് ചേർക്കാൻ സാധിക്കില്ല, നിയമപരമായിട്ടല്ലേ ചേർക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ രാജ്യത്ത് എവിടെയും വോട്ട് ചേർക്കാം നിയമാനുസൃതം. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന നോംസ് ഉണ്ട്, പാർലമെന്റ് പാസ്സാക്കിയ ജനപ്രാതിനിധ്യ നിയമമുണ്ട്. ആ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് 6 മാസം ഒരു സ്ഥലത്ത് നിങ്ങൾ സ്ഥിരമായി താമസിക്കുകയാണെങ്കിൽ, അവിടെ നിങ്ങൾക്കൊരു മേൽവിലാസമുണ്ടെങ്കിൽ, അത് റെന്റൽ ബിൽഡിംഗ് ആയാലും മതി, അവിടെ ഒരു മേൽവിലാസമുണ്ടെങ്കിൽ ആ മേൽവിലാസത്തിൽ നിങ്ങൾക്ക് വോട്ടവകാശത്തിന് അപേക്ഷ കൊടുക്കാം. തൊട്ടടുത്ത താമസക്കാരൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇത്രയേ കൊണ്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 6 തിരിച്ചറിയൽ രേഖയുണ്ട്. അതിലേതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവുകയും 6 മാസം നിങ്ങളുടെ സ്ഥലത്ത് തുടർച്ചയായി താമസിക്കുകയും നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ഈ രാജ്യത്ത് ഇവിടെയും നിങ്ങൾക്ക് വോട്ട് ചേർക്കാം. എനിക്ക് കാശ്മീരിൽ പോയി ചേർക്കാം, കാശ്മീരുകാരൻ ഇവിടെയും ചേർക്കാം. ചില ന്യായീകരണങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നമുക്ക് താമസം മാറിപ്പോകേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വോട്ട് ചേർക്കാനുള്ള കാര്യം വേണം. അല്ലാണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളുടെ മറവിലൊക്കെ വോട്ട് ചേർത്തതിന് ഏത് രീതിയിലാണ് ന്യായീകരിക്കുക എന്നറിയില്ല. നേതാക്കൾ എന്തായാലും പലതരത്തിൽ ഇത് ബി ഗോപാലകൃഷ്ണന് മാത്രം പറയാനുള്ള ഒരു ന്യായമല്ല, അത് BJPയുടെ പൊതു ന്യായമാണ് എന്നത് MD രമേശ് അടിവരയിടുകയാണ്. എന്തായാലും കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, ഇതുപോലെയൊന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട എന്നതാണ് MV ഗോവിന്ദന് പറയാനുണ്ടായിരുന്നത്. ബി ഗോപാലകൃഷ്ണനെതിരെ ഫാസിസത്തിന്റെ മുഖ കണ്ണാടിയാണ് ഗോപാലകൃഷ്ണൻ എന്ന ഒരു വിമർശനം കൂടി MV ഗോവിന്ദൻ നടത്തുന്നു. ഇവിടെ അക്കൗണ്ട് തുടങ്ങിയ ചരിത്രവും പൂട്ടിച്ച ചരിത്രവും ഉണ്ട് എന്നത് BJP മറക്കണ്ട എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു MV ഗോവിന്ദൻ. അത് ഈ ഫാസിസ്റ്റുകളായ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ കൃത്യമായിട്ട് മുഖക്കണ്ണാടി പോലെ ഗോപാലകൃഷ്ണനെ കണ്ടാൽ മതി. നേരിടുന്നത് ജനങ്ങളെ കാണുന്നത്, അവ ജനങ്ങളുടെ മുമ്പിലുണ്ടാകുന്ന ഒരു അവബോധമല്ലേ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒറ്റ ഒരു ശക്തി ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. അതുണ്ടാകുന്നത് എപ്പോഴാ? ഫാസിസ്റ്റ്, ഈ നവഫാസിസത്തിന്റെ ഭാഗമായിട്ടുള്ള RSSന്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ. എന്താണ് RSSന്റെയും BJPയുടെയും ഗോപാലകൃഷ്ണന്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. അത് എത്ര കൊല്ലായി അക്കൗണ്ട് തുറക്കാനും തുറന്നിട്ട് പൂട്ടിപ്പോയല്ലേ. അല്ല, ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല. എന്തായാലും തൃശൂരുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ വ്യാപകമായ പരാതി ഉണ്ടായത്. പ്രതിപക്ഷം ആരോപിക്കുന്നത് ഏതാണ്ട് 50,000 മുതൽ 60,000 വരെ കള്ളവോട്ട് അവിടെ ചേർത്തിട്ടുണ്ട് എന്നതായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സുരേഷ് ഗോപിയുമായി വ്യക്തിപരമായും നിരവധി ആരോപണങ്ങൾ ഉയർന്നതാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെ ഇരട്ട വോട്ട്, 2 തിരിച്ചറിയൽ കാർഡ്, മാത്രവുമല്ല ഡ്രൈവർക്ക് തൃശൂരിൽ വോട്ട്, അയാളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ട് തിരുവനന്തപുരത്ത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും കൃത്യമായ ഒരു മറുപടി പോലും ആ വിഷയത്തിൽ നൽകാൻ ജനപ്രതിനിധി കൂടിയായ സുരേഷ് ഗോപി തയ്യാറെടുത്തിട്ടില്ല. ഇതുവരെ ചെയ്തതിനെല്ലാം നന്ദി എന്ന ഒറ്റവാക്കിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് സുരേഷ് ഗോപി ഇതിനു മുൻപ് നടത്തിയത്. അതിനുശേഷം ഇന്ന് BJPയുടെ ഈ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തു വരുമ്പോൾ, മാധ്യമങ്ങൾ കാണുമ്പോൾ ഒരു കാര്യത്തിലും മറുപടി പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുകയാണ് സുരേഷ് ഗോപി. ഞാൻ ഒരു കാര്യവും പറയുന്നില്ല, മാത്രവുമല്ല മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി ഇന്ന് കടന്നുപോയത്. നിങ്ങൾ കയറി കൊത്തിയത് എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്, വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്. എവിടെ മുതൽ നിങ്ങൾ തുടങ്ങി? കിരീടം,
കലാമണ്ഡലം ഗോപി ആശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം ചെയ്തു? ഞാൻ ആരോടും ഒരു മറുപടിയും ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഒപ്പം വ്യക്തിപരമായി ഏറെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ജനപ്രതിനിധിയായ അല്ലെങ്കിൽ മത്സരിക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നു ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു. പക്ഷെ നോക്കൂ, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഈ വോട്ടെടുപ്പ് എന്നത്. ഓരോ പൗരനും തുല്യത ലഭിക്കുന്ന ഏറ്റവും ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ പ്രക്രിയ. പക്ഷെ അവിടെ ചില ക്രമക്കേടുകൾ നടന്നു എന്ന ഗുരുതരമായ ആരോപണം തെളിവ് സഹിതം പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ട് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും പറയാൻ കഴിഞ്ഞില്ല. അതിൽ നടപടിയില്ല, അന്വേഷണമില്ല എന്നൊക്കെയുള്ള സാഹചര്യം. ജനപ്രതിനിധിയായ സുരേഷ് ഗോപിയുടെ പേരിൽ വ്യക്തിപരമായി തന്നെ ചില ആരോപണങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കാൻ ജനങ്ങൾക്ക് അർഹതയുണ്ട്. സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത് അയച്ച, അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളാണ്. അവർക്ക് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലും ഹനിക്കപ്പെടുകയാണ്. അവിടെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റ് വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതോ തരത്തിലുള്ള ന്യായീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സുരേഷ് ഗോപി നടത്തുന്നത്. പക്ഷേ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്ന് MV ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു. അതുതന്നെ നമുക്കും തോന്നുള്ളൂ. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെയൊക്കെ അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും. ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല, മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല സമൂഹത്തിൽ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാമല്ലോ. ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രമല്ല സൈബർ ഇടങ്ങളിൽ അറ്റാക്കും ഇയാളുടെ കൂട്ടാളിൽ നിന്നൊക്കെ വല്ല പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. പിന്നീട് എനിക്ക് ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകാം. ഒരു നടുക്കുന്ന ക്രൂരതയുടെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാളി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതിന്റെ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു.
15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. 5 പേർ ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇവർ ഇപ്പോൾ ഒളിവിലാണ്. കഴിഞ്ഞ 19-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെൺകുട്ടിയെ കാണാതാകുന്നു. പിറ്റേന്ന് പെൺകുട്ടിയെ രാമനാട്ടുകരയിൽ കണ്ടെത്തുകയായിരുന്നു. ദേഹമാസകലം മുറിവേറ്റ നിലയിലായിരുന്നു പെൺകുട്ടി. ഇപ്പോൾ ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘം രാമനാട്ടുകരയിൽ എത്തിയിട്ടുണ്ട്. അവർ അന്വേഷണം നടത്തുകയാണ്. ഈ 5 പേരും ഒളിവിലെന്ന വിവരമാണ് വരുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി അവരുടെ വാക്കുകൾ കേൾക്കാം. 3 दिन बाद जिम पे डाला था मैंने, 3 दिन बाद घर पे जाके बोला मम्मी मेरा मॉल पे काम ठीक हो गया है। मैंने बोला कौन ठीक किया? बोला उधर का जो मैडम है जिम चला था उसका बीबी मैडम है, तो वो बीबी ने मेरे को काम ठीक करके दिया, मैं मॉल पर काम करूँगी। तो मैंने बोला मैडम अच्छा है क्या? बोला हाँ अच्छा है, मैं उधर काम करूँगी। वो बोला है अच्छा कपड़ा पहन के आएगी, ये स्मार्ट जैसे फैशन जैसे कपड़ा पहन के आएगी, ऐसा कपड़ा नहीं चलेगा, ऐसा मेरे को बोला है। बस पुलिस ने क्या बोला? कब? अभी बोल रही पुलिस ने, अभी बोल रही वो उड़ीसा का मैडम था, वो गया है इधर नहीं। अभी बोला तो अभी आरपीना के पास से पता चलेगा जो वो उड़ीसा का मैडम था कि केरला का मैडम था, आरपीना के पास से पता चलेगा। एक लड़का और दूसरा लड़का है किधर का? कितना लड़का था? आरपीना तो जो बयान दिया है वो 5 लड़का था। 5 लड़का। और ड्राइवर जो था उसको लेके 6। कब आप मिसिंग कंप्लेंट दे दो? इधर उस दिन जिस दिन 19 तारीख को जिस दिन घर पे नहीं आया था तो उस दिन पुलिस कंप्लेंट दिया था। अच्छा मेरा बच्चा को वो आदमी लेके खराब कर काम करता है, खराब काम करते वो 4-5 आदमी 6 आदमी खराब कर दिया। बच्चा कब लापता हुआ? बच्चा वो 2 बजे लेके गया, 2 बजे लेके गया, और सुबह में 10 बजे रूम में दे दिया। എന്തായാലും ബംഗാൾ പോലീസ് സംഘം ഇവിടെ എത്തി കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ഈ 5 പേരും ഒളിവിലാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. കേസന്വേഷണം ഊർജിതമാക്കാനുള്ള ഇടപെടലൊക്കെ ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കൗൺസിലർ ഉൾപ്പെടുന്ന സംഘമാണ് ബന്ധുക്കളുമായി അവിടെ നിന്ന് എത്തിയിട്ടുള്ളത്. അവരൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണ്, അല്ലെങ്കിൽ അതിഥികളായിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത്. മറ്റ് ദേശങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ളവരെ അവരിൽ ഒരു കുട്ടിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് എന്നത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. 5 പേർ ആ സംഘത്തിലുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും വ്യാപകമായ അന്വേഷണം നടക്കുകയാണ്. ഈ കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിലെത്തട്ടെ എന്നത് നമുക്ക് ആശിക്കാം. ആ കുട്ടിക്ക് നീതി കിട്ടണം. അവർ ഭാഷയും മറ്റുമൊക്കെയായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കുട്ടിക്ക് നീതി വേണമെന്നതാണ് അവർ പറയുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതപ്പെടുത്താനുള്ള സാധ്യമായ എല്ലാ ഇടപെടലിനും ശ്രമിക്കുകയാണ് അവർ. ദേഹമാസകലം മുറിവേറ്റ നിലയിലാണ് ആ കുഞ്ഞിനെ കണ്ടെത്തിയത്. അപ്പോൾ അങ്ങേയറ്റം നടുക്കുന്ന ക്രൂരതയുടെ വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് പിടിയിലാകട്ടെ എന്നത് നമുക്ക് ആശിക്കാം. എന്തായാലും ഇന്ന് നിരവധി വാർത്തകൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമുക്ക് പാലക്കാട് പ്രതിഷേധത്തിലേക്കൊക്കെ പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സെഗ്മെന്റ്സിലേക്കൊന്നും പോകാനുള്ള സമയവുമില്ല. പ്രേക്ഷകർ ക്ഷമിക്കുക. നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.